ഹായ് ആൻഡ് വെൽക്കം ടു പേർപ്പിൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പൊതുവെ വെജിറ്റേറിയൻ ഫുഡ്സ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് അല്ലേ. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന ഈ ചെറിയ സൈസിലുള്ള സോയ ചങ്ക്സ് ആണ് കേട്ടോ. വേറെ ഉണ്ട്, വലിയ സൈസുണ്ട്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇതാണ്, കാരണം റോസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ മസാല നല്ലപോലെ പിടിക്കാൻ എളുപ്പം ഇതിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് അത് മതിയാകും. നല്ല രീതിയിൽ സോക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾ കഴുകിയെടുക്കണം. ഒരു 3 മുതൽ 4 തവണ വരെയെങ്കിലും ഇത് കഴുകണം. കഴുകാനായിട്ട് ഓരോ തവണ കഴുകുമ്പോഴും ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് വെള്ളം കളഞ്ഞിട്ട് വേണം അടുത്ത വെള്ളം ഒഴിക്കാനായിട്ട്. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇനി വേണ്ടത് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ച് അരിയണം. പിന്നെ ഒരു 7 മുതൽ 8 അല്ലി വെളുത്തുള്ളി, അതും കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് ഇടാൻ വിട്ടുപോകരുത്, അത് മസ്റ്റാണ്. അപ്പോൾ അത് നല്ലപോലെ മൂത്ത് വരണം. മൂത്ത് കഴിയുമ്പോൾ തേങ്ങാക്കൊത്ത് എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് അവസാനം ചേർത്താൽ മതി. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം നല്ലപോലെ എണ്ണയിലിട്ട് വഴറ്റുക. ഉള്ളി മൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നല്ലപോലെ മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാല ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എരി അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ആ മസാല എണ്ണയ്ക്കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. അതായത് വെള്ളം പറ്റുന്നവരെ വേണം നമുക്കിത് വേവിക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും ബാക്കിയുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ അല്പം കൂട്ടി നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ആ വെള്ളമൊക്കെ പറ്റി നല്ലപോലെ റോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, നല്ല രീതിയിൽ ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. അല്ലേ, ഓരോ സോയയിലും ഓരോ സോയ ചങ്ക്സിലും ആ മസാല നല്ലപോലെ കോട്ടായിട്ടുണ്ട്.
ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ സോയാ ചങ്ക്സ് റോസ്റ്റ്. വെജിറ്റേറിയൻസിന് പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ചിക്കൻ ഫ്രൈയുടെയും മട്ടൺ റോസ്റ്റിൻ്റെയും ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കും ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.